പക്ഷേ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ കിട്ടിയപ്പോൾ ആക്ച്വലി എനിക്ക് ഒരു വിധത്തിൽ ഒരു സാറ്റിസ്ഫാക്ഷനാണ് തോന്നിയത്. അത് പലപ്പോഴും ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം ഞാൻ പറയില്ല, ലൈഫിന് എക്സ്പീരിയൻസുകളാണ് വേണ്ടത്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. അപ്പോൾ ആക്ച്വലി ഒരു ക്യാൻസർ കിട്ടി, കീമോയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ എക്സ്പീരിയൻസ് വലിയ വിലയുള്ള എക്സ്പീരിയൻസാണ്. കാരണം അതുള്ളത് കൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരോട് ഇപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. കാരണം ഇത്രയേ ഉള്ളൂ ഈ സാധനമൊന്നും, ഇത് നിങ്ങളെ അങ്ങനെ പേടിക്കേണ്ട ഒരു അസുഖമൊന്നും അല്ലെന്നും ആരോടെങ്കിലും പറയണമെങ്കിൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് വേണ്ടേ. അതെനിക്ക് കിട്ടിയതിൽ എനിക്കൊരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് എനിക്കിപ്പോൾ ആളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ കാര്യമായിട്ടൊന്നും വരുത്തിയിട്ടില്ല. എന്നോട് പറഞ്ഞു കുറച്ച് ആക്റ്റീവായിട്ട് ലൈഫ് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, പിന്നെ ഫുഡ് അനാവശ്യമായിട്ടുള്ള ജങ്ക് ഫുഡുകളൊക്കെ അവോയ്ഡ് ചെയ്യുക, നോർമൽ ഫുഡുകൾ കഴിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നു. അന്ന് ചെയ്യുമായിരുന്നു. കെമോ നടക്കുമ്പോഴും ഞാൻ എൻ്റെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതിനേക്കാളും ബെറ്റർ അല്ലേ. ഞങ്ങൾ 40 വർഷമായിട്ട് സ്പേസ് ഓർഗനൈസേഷൻ്റെ ഭാഗമാണ്. ഞാൻ എസ് സോംനാഥ് എന്നൊരു വ്യക്തിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കളുടെ ബിഗിനിങ്? വെർ യു ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദിസ്? കാരണം നമ്മളൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട് സ്പേസ് ഒരു വലിയ അട്രാക്ഷനായിട്ട് മനസ്സിലുണ്ടായിരുന്നതാണോ, അതോ യാദൃച്ഛികമായി വന്നുപെട്ടതാണോ? TKMയിൽ പഠിച്ചപ്പോൾ ഇത് സ്പേസ് ഐഡന്റിഫൈ ചെയ്തതാണോ? എങ്ങനെയാണ് എസ് സോംനാഥിലേക്ക് സ്പേസ് എത്തുന്നത്? എനിക്ക് തോന്നുന്നത് ഞാൻ റിവേഴ്സ് പോകുകയാണെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണ് സ്പേസിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ വ്യൂ എനിക്കുണ്ടാകുന്നത്. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഞാൻ ISRO ജോയിൻ ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുത്തിരുന്നു. അത് ഉറപ്പാണ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു കോഴ്സ്, പ്രൊപ്പൽഷൻ എന്നൊരു കോഴ്സ് എൻ്റെ കോളേജിനോട് ആവശ്യപ്പെട്ട് ഓർഗനൈസ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ എൻ്റെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയറിൽ ഓപ്ഷണൽ കോഴ്സുകൾ എടുക്കാനുള്ള സമയമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഓപ്ഷണൽ കോഴ്സുകളൊക്കെ എടുക്കുക. അപ്പോൾ അവൈലബിൾ കോഴ്സുകളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ പഠിച്ച് മാർക്ക് കൂടുന്ന കിട്ടുന്ന കോഴ്സ് എടുക്കാം എന്നുള്ളതാണ് എല്ലാവരുടെയും പ്ലാൻ. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, എനിക്ക് റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷൻ്റെ കോഴ്സ് എനിക്ക് വേണം, അവിടെ പഠിപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ഞാനൊരു സാറിൻ്റെ അടുക്ക ചെന്നു, മധുസൂദൻ പിള്ള സാറിൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു എനിക്ക് കോഴ്സ് പഠിപ്പിക്കണം. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾ പഠിപ്പിക്കാം, പക്ഷേ എനിക്ക് പറഞ്ഞുകൂടാ, എനിക്ക് പഠിക്കണം. ശരി, അപ്പോൾ അദ്ദേഹം പഠിച്ചിട്ട് കോഴ്സ് ഓഫർ ചെയ്യൂ. അന്ന് കോളേജിനെ കൊണ്ട് അപ്രൂവ് ചെയ്യിച്ച് ആ കോഴ്സ് ഓഫർ ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആളുകളുടെ പുറകെ നടന്ന് 10 പേരെയും കൂടെ അതിനകത്ത് ചേർത്ത് ആ കോഴ്സ് ഞാൻ പഠിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഉള്ളിൽ ആഗ്രഹമായിരിക്കണം, എനിക്ക് ആ സാധനം പഠിച്ച് റോക്കറ്റിനെ കുറിച്ച് പഠിക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിൽ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് സംഭവിച്ചത്. ഇന്ന് ഞാൻ ആ സാറിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അന്ന് ആപ്ലിക്കേഷൻ വന്നപ്പോൾ ISRO എഞ്ചിനീയേഴ്സിന് എടുക്കുന്ന ആപ്ലിക്കേഷൻ ഞാനാണ് പേപ്പറിൽ ചെറിയൊരു അഡ്വർടൈസ്മെൻറ്റിനെ നമ്മൾ ആപ്ലിക്കേഷൻ ഫോമൊക്കെ ടൈപ്പ് ചെയ്ത്, അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലമാണ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ടൈപ്പ് ചെയ്ത് അതിൻ്റെ സൈക്ലോ സ്റ്റൈൽ ചെയ്ത് കോപ്പി ഒട്ടാക്കി ക്ലാസ്സിലൊക്കെ കൊണ്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് 2 രൂപ ആപ്ലിക്കേഷനിൽ എല്ലാവരെയും കൊണ്ട് അപ്ലൈ ചെയ്ത് പോസ്റ്റൽ ഓർഡർ 2 രൂപയുടെ പോസ്റ്റൽ ഓർഡർ അറ്റാച്ച് ചെയ്യണം. അങ്ങനെ ഞാൻ 10-15 പേരെ കൊണ്ട് അപ്ലൈ ചെയ്യിച്ചിട്ട് ISRO ഞങ്ങളെല്ലാം കൂടെ വന്ന് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് ഐ വാസ് ടേക്കിംഗ് ദി ലീഡർഷിപ്പ് ഫോർ എവരി വൺ ടു വന്ന് അപ്ലൈ ചെയ്ത് ജോലി ISRO ജോയിൻ. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ 5 പേർക്ക് ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് ഞാൻ അന്ന് ഡെവലപ്പ് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് നോക്കിയാൽ അതൊന്നുമില്ലായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്നും ISROയെക്കുറിച്ചോ സ്പേസിനെ കുറിച്ചോ എനിക്കൊരു അറിവില്ലായിരുന്നു. കാരണം അറിവുള്ള സാഹചര്യങ്ങളിൽ നിന്നല്ല ഞാൻ വന്നതുകൊണ്ടാണ്. അല്ല, ഞാനൊരു വില്ലേജ് ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷേ വില്ലേജ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലഘട്ടം ഇന്ന് കമ്പയർ ചെയ്യുന്നതിൽ കാര്യമൊന്നുമില്ല. ഒരുപാട് അന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മൾ കറണ്ടൊന്നും ഇല്ലാത്തൊരു ഗ്രാമത്തിൽ നമ്മൾ മലയാളം മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ വീട്ടിൽ കറണ്ട് വരുന്നത് തന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ നമ്മൾ പക്ഷേ ഒരുപാട് വായിക്കുന്നൊരു ഫാമിലി ആയിരുന്നു. കാരണം എൻ്റെ അച്ഛൻ അധ്യാപകനായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വായിച്ചെന്ന് വെച്ചാൽ എല്ലാ തരം സാധനങ്ങളും വായിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ റീസണബിളി ഞാൻ തോന്നുന്ന വിദ്യാഭ്യാസത്തിൽ നന്നായിരുന്നു. പൊതുവേ സ്കൂള് സാധാരണ സ്കൂളാണ്, പക്ഷേ 20% പാസ്സാകുന്ന സ്കൂളാണ്. പക്ഷെ അവിടെ നിന്ന് ഞാൻ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു സയൻസിൽ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സിലൊക്കെ. അങ്ങനെയാണ് ഞാൻ അടുത്ത പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ചു. പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴും എനിക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല. എഞ്ചിനീയറിംഗ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ അന്ന് പ്രീ ഡിഗ്രി മഹാരാജാസിൽ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്മേറ്റുകളൊക്കെ IIT എൻട്രൻസ് ഒക്കെ എഴുതുമ്പോഴും ഞാൻ നോക്കിയിരിക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റ്സുകളൊക്കെ IIT ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കാണിക്കും, അവർ പരീക്ഷ പോകും, അവിടെ കോച്ചിങ് ക്ലാസ്സിന് പോകുന്നുണ്ട്. എറണാകുളത്ത് ചുറ്റുമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഞാനൊരിതും പോലും ഞാൻ ക്ലാസ് കഴിയുമ്പോൾ വീട്ടിൽ വരും. കാരണം ട്യൂഷൻ വിടുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ എനിക്ക്
ചിന്തിക്കാനാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു BSc ഒക്കെ പഠിച്ച് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ പഠിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ BScയുടെ ഫോമൊക്കെ വാങ്ങിച്ച് അപ്ലൈ ചെയ്തൊക്കെ ഇരിക്കുമ്പോൾ സമയത്താണ് ഒരാൾ വന്ന് എന്നോട് പറയുന്നത് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഉണ്ട്, നീ എന്താ അപ്ലൈ ചെയ്യാത്തതെന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അദ്ദേഹം എനിക്ക് ആപ്ലിക്കേഷൻ കൊണ്ടുവന്ന് തന്ന് ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തത് കൊണ്ട് അദ്ദേഹം കൊണ്ട് അപ്ലൈ ചെയ്തു. എൻ്റെ ഒരു അച്ഛൻ്റെ സുഹൃത്ത് അദ്ദേഹം അപ്ലൈ ചെയ്തുകൊണ്ട് ഞാൻ എഞ്ചിനീയറായി. അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറും ആവില്ലായിരുന്നു. ഒന്നുമില്ല. അന്ന് എനിക്ക് ഞാൻ പറയട്ടെ, ഞാനൊരു ജനറൽ നോളജിൽ വളരെ ഹൈ ആയിരുന്നു. കാരണം ഞാനൊരു ക്വിസറായിരുന്നു. കോളേജിലും സ്റ്റേറ്റിലും ഡിസ്ട്രിക്റ്റിലൊക്കെ ക്വിസ് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കും, ടോപ്പറായിരുന്നു. സയൻസിൽ ടോപ്പറായിരുന്നു. പക്ഷെ ഇതൊന്നും കൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ആരുമില്ല നമ്മളെ പറഞ്ഞു തരാൻ. ഓക്കെ, എൻ്റെ അച്ഛൻ ടീച്ചറാണെങ്കിൽ പോലും എൻ്റെ അച്ഛനും അവയർനെസ് കുറവാണ്. അദ്ദേഹത്തിന് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചോ സ്പേസിനെ കുറിച്ചോ ഇങ്ങനൊരു ജോബ് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചോ കരിയർസിനെ കുറിച്ചോ ഒന്നും അറിയില്ല. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഗോൾ. അതാണ്. ഓക്കെ, ഞാൻ ഫിസിക്സോ മാത്സോ പഠിച്ചിട്ട് സയൻസ് പഠിപ്പിക്കുന്നത്, അദ്ദേഹം ഒരു ലാംഗ്വേജ് ടീച്ചറാണ്. അദ്ദേഹത്തിൻ്റെ ഗോൾ ഞാനൊരു സ്കൂൾ ടീച്ചർ ആവണം, സഫീഷ്യൻ്റ്ലി ഹൈ, സ്കൂളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷും എൻ്റെയും വിഷ്. അപ്പോൾ അതിൻ്റെ അപ്പുറമുള്ള ഒരു ലോകത്തെക്കുറിച്ച് അറിവില്ലായ്മയായിരുന്നു അതിൻ്റെ പ്രശ്നം. കാരണം നമുക്ക് കിട്ടുന്ന അറിവ് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവ് മാത്രമാണ്. പക്ഷേ കരിയർ ഗൈഡൻസ് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാതിരുന്നത് വലിയൊരു നഷ്ടമാണ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ IIT എഴുതി കിട്ടിപ്പോയേനെ, കാരണം അത് പ്രിപ്പയർ ചെയ്തിരുന്നെങ്കിൽ കിട്ടിയേനെ. എനിക്കറിയാം അങ്ങനെ ഒരുപാട് പേര് ചുറ്റുവട്ടത്തുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ളവരൊന്നും അത്ര മോശക്കാരൊന്നുമില്ല, എല്ലാവരും ബ്രൈറ്റ് സ്റ്റുഡൻസ് ആണെന്ന് എനിക്കിപ്പോഴറിയാം. പലരും വഴിയിൽ തടഞ്ഞു പോയത് ഇതുകൊണ്ടാണ്. എൻ്റെ ക്ലാസ്സിൽ നിന്ന് തന്നെ 10ാം ക്ലാസ്സിൽ നിന്ന് 3 കുട്ടികളെങ്കിലും എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുണ്ട്. എല്ലാവരും ഇതേ ബാക്ക്ഗ്രൗണ്ടിലുള്ളവരാണ്. ISRO has got a history of employing people from such backgrounds, like for example ഇപ്പോഴത്തെ ഡയറക്ടർ പോലും he's come from a എല്ലാവരും അതെ. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ TKM-ലൊക്കെ പഠിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ ക്ലാസ്സിലുള്ള ഒരു മെജോറിറ്റി ആർ ഫ്രം സിമിലർ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സെപ്ഷൻ ഒന്നും അല്ല, അത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. ഇസ്രോയുമായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. ഇസ്രോ ആകെ എടുത്തിരുന്നത് അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിട്ട് ആളുകളെ എടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ എന്നെ റിക്രൂട്ട് ചെയ്ത സമയത്ത് എനിക്കറിയാം ആ വർഷം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾ നാസയിൽ ജോയിൻ ചെയ്തു. ആ വർഷം 1985 സെക്കൻഡ് റാങ്ക് കിട്ടിയ ആളാണ് ഞാൻ. ISRO ജോയിൻ ചെയ്തു. തേർഡ് റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു. ഫോർത്ത് റാങ്ക് കിട്ടിയ ആൾ ISRO ജോയിൻ ചെയ്തു. ഓക്കെ, ആ തേർഡ് റാങ്ക് കിട്ടിയ ആളാണ് ഗിരി. എൻ്റെ ബാച്ചിൽ അദ്ദേഹം GSLVയുടെ പ്രോജക്ട് ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്തു. ഫോർത്ത് റാങ്ക് കിട്ടിയ ആളാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർ, എൻ്റെ അതേ ബാച്ചിൽ. അദ്ദേഹം ഇന്ന് VSSA ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഒരേ ഇയറിൽ റാങ്ക് ഹോൾഡേഴ്സാണ്. ഓക്കെ, അപ്പോൾ അന്ന് ISRO റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് എല്ലാം അക്കാഡമിക്കലി ടോപ്പായ ആളുകളെയാണ്. പക്ഷേ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എൻട്രൻസ് ടെസ്റ്റ് ബേസ്ഡായി. ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇവാലുവേഷൻ അല്ല, ഇന്ന് ടെസ്റ്റ് എഴുതാൻ കഴിവുള്ളവരാണ് ഇതിലേക്ക് വരുന്നത്. അങ്ങനെയുള്ള മാറ്റങ്ങളേ ഉള്ളൂ. അത് നാച്ചുറലി അഡോപ്റ്റഡ് ആണ്. ഇപ്പോൾ ഞാൻ പറയാമല്ലോ, ഇപ്പോൾ PSLVയിൽ ജോയിൻ ചെയ്യുമ്പോൾ തന്നെ എനിക്കറിയാം, ഞാൻ ISRO ജോയിൻ ചെയ്ത ദിവസം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഓഗസ്റ്റ് 5, 1985 ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം ഡോക്ടർ രാമനാഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങളെല്ലാം ജോയിനിങ് ഇൻ്റർവ്യൂ നടത്തിയ ആൾ. അദ്ദേഹം ഡോക്ടർ സുബ്രഹ്മണ്യ ചന്ദ്രശേഖരൻ്റെ ബ്രദറാണ്, നോബൽ ലോറേറ്റ്. അദ്ദേഹം ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് എവിടെ ജോയിൻ ചെയ്യണം, എന്ത് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകേണ്ടത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന ഒരു സ്ഥലത്ത് പോകണമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ആവശ്യപ്പെട്ടത്. ഐ വാണ്ട് ടു ഗോ വേർ സംതിങ് ഹാപ്പൻസ്. അപ്പോൾ എന്നെ അദ്ദേഹം വിട്ടത് PSLV പ്രോജക്റ്റിലേക്ക് പോകുക. എന്നാൽ അങ്ങനെ സംതിങ് ഹാപ്പനിങ് പ്ലേസ് അതാണല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയത്, അല്ലാതെ എനിക്ക് ഇന്ന റിസർച്ച് ചെയ്യണമെന്നോ ഒന്നുമല്ല ഞാൻ ആവശ്യപ്പെട്ടത്. സോ ഹി സെൻഡ് മീ ടു ദ റൈറ്റ് പ്ലേസ്. PSLV പ്രോജക്റ്റിലേക്ക് വിട്ടു. PSLV പ്രോജക്റ്റിൽ ചെന്നാണ് ഞാൻ മാധവൻ നായർ സാറിനെ കാണുന്നതും മറ്റാളുകളെ ഡോക്ടർ ശ്രീനിവാസൻ മുതലായ ആൾ. പിന്നീടുള്ള 10 വർഷം PSLV പ്രോജക്റ്റിലായിരുന്നു. വലിയമല എന്ന് പറയുന്ന പുതിയ സെൻറ്റർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്, കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ സമയത്താണ്. സോ ദാറ്റ് വാസ് മൈ ബാച്ചുലർ ലൈഫ്. സോ I was in office only, nothing else other than office work. 10 years of my life. So that was a full in rocket design and development work. So after that launch only I even thought about marriage. 1994. After that I got married.
സോ അത് നല്ലൊരു ലൈഫായിരുന്നു ആ സമയത്ത്. ഒരു എക്സൈറ്റിംഗ് ടീം, ഓൾ യങ് പീപ്പിൾ, ജസ്റ്റ് റിക്രൂട്ടഡ്. ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് സീനിയർ ആളുകൾ, കൂടുതലും യങ്സ്റ്റേഴ്സ്. അപ്പം അങ്ങനെയുള്ളൊരു വലിയൊരു ടീമിൻ്റെ കൂട്ടത്തിൽ ഉണ്ടല്ലോ, സോഷ്യൽ ലൈഫൊക്കെ ഉണ്ട്. പക്ഷെ അതൊരു ലിമിറ്റഡ് സർക്കിളിലാണ്. പക്ഷെ ഇന്നൊരുപാട് വ്യത്യാസമുണ്ട്. ഇന്ന് പണ്ടത്തെ പോലെ ഒന്നും. ഞങ്ങളൊക്കെ അന്ന് സോഷ്യൽ ലൈഫ് വളരെ കുറവാണ്. പക്ഷേ എനിക്കറിയാം, ഞാൻ എൻ്റെ സോഷ്യൽ ലൈഫ് ട്രിവാൻഡ്രത്ത് ഏറ്റവും അധികം എൻജോയ് ചെയ്ത സോഷ്യൽ ലൈഫ് ഉള്ള ഒരാൾ തന്നെയാണ് ഞാനും. 1980s ഫിലിം സൊസൈറ്റി മൂവ്മെൻറ്റുകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഞാൻ. കാണാത്ത സിനിമകളില്ല ട്രിവാൻഡ്രത്ത്. ഫിലിം സർക്കിള്, കലാഭവൻ, കൈരളി, ടാഗോർ തിയേറ്ററിൽ എല്ലാ ദിവസവും വൈകുന്നേരം എന്നെ കാണുമായിരുന്നു. ഇസ്രോയിലുണ്ട് പല സ്പാർക്ക്, സ്പെക്ട്രം എന്നൊക്കെ ഒരുപാട് ഫിലിം ക്ലബ്ബുകളുണ്ടായിരുന്നു. അന്ന് കണ്ടു തീരാത്ത എല്ലാ ക്ലാസിക്കൽ ഫിലിമുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ നടന്നിട്ടുള്ള സൂര്യ ഫെസ്റ്റിവലുകൾ, അന്ന് സൂര്യ കൃഷ്ണമൂർത്തി നമ്മുടെ ഐസറൊക്കെ എന്നുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതിലെ മെമ്പറായിരുന്നു. അന്ന് സകല മാന ഡാൻസ് പ്രോഗ്രാം, അല്ലാത്ത പ്രോഗ്രാം. അപ്പോൾ അതുപോലെ ട്രെക്കിങ്, അങ്ങനെ അഗസ്റ്റ് കൂടുതൽ ഞാൻ 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോൾ ദർ ഇസ് സോ മച്ച് ഓഫ് ലൈഫ്. ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു കമ്പനി ഉണ്ട്.